ഇന്നാണ് എൻ്റെ അനിയൻ ശ്രീരാജ് നാട്ടിലേക്ക് വരുന്ന ദിവസം. ഞാനും ദീപും അമ്മയും ഞങ്ങൾ 3 പേരും അവനെ പിക്ക് ചെയ്യാനായിട്ട് ഉണ്ണിയേട്ടൻ്റെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് പോവാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഡാഡീനെയാണ്. 10 വർഷത്തിലേറെയായി ശ്രീരാജ് ഗൾഫിലായിട്ട്. ഓരോ തവണ അവനെ പിക്ക് ചെയ്യാൻ പോകുമ്പോഴും ഡാഡി ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലിരിക്കണതും ഞങ്ങൾ 3 പേരും ഓരോ കൗണ്ടറുകളൊക്കെ അടിച്ച് പുറകിലിരിക്കണതൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അന്നും ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ വണ്ടീനെയാണ് വിളിക്കാറ്. ഡാഡീനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അനിയൻ വരണോ എന്നുള്ള സന്തോഷം അതോടൊപ്പം തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് വരുമ്പോൾ അടിവയറ്റിലിങ്ങനെ ചിത്രശലഭങ്ങൾ പറക്കണ പോലെ ഒരു ഫീലിംഗ് ആണ്. മകനെ മടങ്ങി വരും. അയ്യോ, അമ്മയ്ക്ക് ഉറങ്ങാനുള്ള സമയം എഴുതിയപ്പോ കണ്ണടച്ചാൽ ഉറങ്ങലായ? അതാണ് ചോദ്യം. ഇല്ല അമ്മ, ധ്യാനിച്ചിരുന്നാണോ? നിങ്ങൾ രണ്ടാളെ സ്നേഹത്തിലല്ലേ? റൂം കൊടുത്ത ദീപക്ക് എന്തുകൊണ്ട്? ദീപ അമ്മയ്ക്ക് റൂം കൊടുത്ത, അമ്മ റൂം കൊടുത്ത. അപ്പം ഇങ്ങനെയാണ് പിണക്കം മാറ്റാം. അതെന്തിട്ടാ ഒരു കാട്ടുണ്ടല്ലോ അവിടെ. നൂർജഹാൻ കപ്പ് ഓഫ് ടീ. എവിടെ കൊഴുക്കട്ട സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ. കൊഴുക്കട്ട എത്രയാ? കൊഴുക്കട്ട എത്ര? 30. എങ്ങനെയുണ്ട്? അതുകൊണ്ടല്ല 30 രൂപ ഒരു കൊടുക്കിട്ട്. ഉറക്കം വരും രാത്രി 10 മണിയാകുമ്പോൾ ഉറക്കം. 8:30-ഒന്നുമില്ല. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നിട്ട് എത്രയും പെട്ടെന്ന് വണ്ടി കയറി കിടന്ന് ഉറങ്ങണം. ഇല്ല അമ്മ, സൂപ്പ് കുടിച്ചൂടെ? സൂപ്പ് കുടിക്കാം അല്ലേ? വിശന്നിട്ട് വയറ് ആളിന് അല്ലേ ദീപ? നമ്മളെപ്പോലെ പ്രിയപ്പെട്ടവരും കാത്ത് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിലർ കുഞ്ഞുവാവനൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. 10:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ശ്രീരാജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പുറത്തേക്ക് കാണുന്നില്ല. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. എന്താണെന്നറിയില്ല. ലഗേജ് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ആ അറ്റം മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാമെന്ന് പറയണത് ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? 20 മിനിറ്റായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. കാല് കഴിച്ചപ്പോൾ അമ്മയുടെ ദീപുവിൻ്റെ അടുത്ത് പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്പോഴും നോട്ടം ആ വിൻഡോൻ്റെ അപ്പുറത്തേക്കാണ്. എങ്ങാനും പെട്ടെന്ന് വരികയാണെങ്കിൽ അപ്പം തന്നെ ചാടി നിൽക്കണ്ടേ? കൃതിക 48 ഓവറായിട്ടുണ്ട്. 11:02 വീണ്ടും അനിയൻ വിളിച്ചു. ലഗേജ് കിട്ടാൻ കുറച്ച് താമസം എടുത്തെന്നും ഇപ്പം അതേ കിട്ടിയിട്ട് വരികയാണെന്നും പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മുടെ ആളെത്തി. ആ അറ്റത്തായിട്ട് ഇപ്പോൾ കൈവീശി കാണിക്കും. അതാണ് നമ്മുടെ അനിയൻ. ഇപ്പം എത്തിയുള്ളൂ. A6 ഓക്കെ.
അത് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കാൻ വളരെ മോശമായിട്ടാണ് അല്ലേ? ഒരു മോൻ കുറേ നാളെ ഇത് കെട്ടിപ്പിടിക്കണ്ടേ? ഇത് പുതിയ വാച്ച? സ്മാർട്ട് വാച്ച്. അപ്പം ഇതിൻ്റെ മറ്റേ വാച്ച് അതന്നെ ഉണ്ട്, നീ എടുത്തോ. നന്നായി. ലാസ്റ്റ് വർഷം തരും. പക്ഷേ അതിലൊക്കെയല്ലേ അതിൽ കൂടെ എടുക്കണമെങ്കിൽ എടുക്കാലോ. നോക്കാം. നമ്മുടെ ആദ്യത്തെ പ്ലാൻ അനിയൻ വരുന്നതിന് മുമ്പ് ഡിന്നർ കഴിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അത് മാറ്റി അവനോട് ഒന്നിച്ച് കഴിക്കാമെന്നായി പ്ലാൻ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 11:30 കഴിഞ്ഞുകൊണ്ട് ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റും പ്രത്യേകിച്ച് പാരഗണും എല്ലാം ഇപ്പോൾ അടച്ചിട്ടുണ്ടാവും. അമ്മ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആളായതുകൊണ്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 പേർക്കും ഉണ്ണിയേട്ടനും നല്ല വിശപ്പുണ്ട്. അങ്ങനെ എവിടെ കയറും എന്ന കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. താപയിൽ കയറിയല്ലോ ഉണ്ണിയേട്ടാ. ബായ്ജാൻ താപ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് ബായ്ജാൻ താപയിൽ തന്നെ കയറാം. എന്താണെന്നറിയണ്ടേ? ദീപു വരുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ അതെൻ്റെ അനിയനാണ്. ഞാൻ അജ്മാനിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ അവന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും അവൻ എല്ലാ ദിവസവും എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എൻ്റെ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ പായ വിരിച്ച് കിടന്നുറങ്ങും. ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലി ഒരുപോലെ ഒരേ മനസ്സോടെ നിൽക്കുമ്പോഴാണ് അതിനെ നമുക്ക് ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ദീപുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനോടും അമ്മോടും ഇത്രയും സിങ്കായിട്ടുള്ള ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ 1 വർഷത്തിലേറെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനൊരു ഡിന്നർ കഴിച്ചിട്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പെട്ടി നീ എടുക്കോ ഞാൻ എടുക്കണോ? അതിപ്പോൾ അവിടത്തോളും. ഇനി അടുത്തായിട്ട് നമ്മുടെ പെട്ടി പൊട്ടിക്കലാണ്. ഈ പെട്ടിയിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കുന്തവുമില്ല. ഒരു രസത്തിന് ഒരു തമാശക്ക് ഞങ്ങൾ പൊട്ടിക്കുകയാണെന്ന് മാത്രം. ദേവജിരിക്കുന്നു. പെർഫ്യൂം അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ. ഇവിടെ വയ്ക്കാം. ബൗണ്ടി ചോക്ലേറ്റുകൾ നോക്കാം. ആദ്യം ചോക്ലേറ്റുകൾ നോക്കാം. ബൗണ്ടി. അമ്മയ്ക്ക് കത്രികയും പീലറും കത്തിന്ന പീലറും കത്തി നിങ്ങൾ രണ്ടുപേർക്ക് എന്നിട്ടാ ഇതൊന്നുണ്ടാ. പവർ ബാങ്ക്. ഇത് പാപ്പനല്ലേ? ടീഷർട്ട്. വീണ്ടും ചോക്ലേറ്റ്. ദീപോ ഇത് ത്രിപ്ലക്സലല്ലേ അമ്മ? ബദാം അത് പെർഫ്യൂം ആവൂല. അങ്ങനെ കൊണ്ടുവന്നാ ഇവിടെ വയ്ക്കാം. ഒരു പെർഫ്യൂമുകളൊക്കെ ഒരുമിച്ച് വയ്ക്കാം. കോടാലി വേണം അമ്മ. കോടാലി കോടാലി അല്ലേ? ഇപ്പൊ തന്നെ പറഞ്ഞാ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. അത് ഫിഗ് അത്തിപ്പഴല്ലേ? വീണ്ടും ദീപക്ക് ക്രീം. വീണ്ടും ഒരു കോടാലി. എന്നിട്ട് ഈ സഞ്ചാരിക്കാൻ കൊടുക്കാം. ടൈഗർ ബാം ഉണ്ട്. ടൈഗർ ബാം 3-4 ഉണ്ട് കേട്ടോ. പല്ല് തേക്കണ ബ്രഷ് ഉണ്ട്. ആർക്കും തേക്കണവർക്ക്. ഇത് നീ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇതാ ഇത് ബിസ്ക്കറ്റ് മറ്റേ ഇത് ബ്രെഡിലൊക്കെ മുക്കി തിന്നണത്. ഈ കവറിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണം. നോക്കിയേ ഇല്ലേ? മണണ്ടമ്മ
എന്തൊക്കെ ഒരു ഉറപ്പില്ലാത്ത മാതിരി. ബാഗ് ഇത് ഞാൻ എയർപോർട്ടിൽ മറ്റേ ഫ്ലൈറ്റിൽ കഴിച്ച ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചെന്ത് നോട്ടെ. ആ ഇതാണ് നീ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിയ പോപ്കോണോ? പോപ്കോൺ ഇത് മറ്റേ ഗോർമെറ്റ് ഉള്ളടാ. ആ PVR ഉള്ളല്ലേ. സിനിമ. ഓ സൂപ്പർ പോപ്കോൺ കഴിച്ചോക്കിയാ. നീ എങ്ങനത് മുഴുവൻ തീർത്തില്ല? ഞാൻ ഇത്തിരി കഴിച്ചോളൂ. ഡേറ്റ്സാ മട്ടിയാ നിനക്ക്? എങ്ങനമ്മ എങ്ങണ്ട് ഈ ഈന്തപ്പഴമൊക്കെ അതിൻ്റെ കൂടെ വെച്ചോ? ഇനിയൊന്നുമില്ല കഴിഞ്ഞാ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇറക്കി പോരെ. ദീപോ അത് നീർക്കലടി അതെടുത്തേക്ക് നാളേക്ക് തിന്നാം. ഇപ്പൊ തന്നെ തീരുമല്ലേ. പക്ഷെ നീ സാധാരണ കൊണ്ടുവരുന്ന അത്രയും മിഠായി പ്രാവശ്യം ഇല്ലല്ലോടാ ചീജോ. അവിടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. ബൈ ഉണ്ടാ. അതെ.